വെൽക്കം ബാക്ക് ടു മമാസ് ടോക്ക്. ഇന്ന് നമ്മളുടെ കൂടെ മമാസ് ടോക്കിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇമോഷണൽ വെൽനസ് കോച്ച് ആയിട്ടുള്ള ഷാഹിന മുഹമ്മദ് റാഫിയാണ്. വെൽക്കം ഷാഹിന മാം. Thank you. We don't just raise children here. We raise mothers, we raise homes, we raise hope. അപ്പോ ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഒരു ഹോം അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വുമൻസിനുള്ള ഒരു മെന്റൽ ഹെൽപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു ഇന്റൻഷൻ, അതുപോലെ തന്നെ അതിന്റെ ബിഹൈൻഡിൽ ഒരുപാട് തോട്ട്സ് വന്നിട്ടുണ്ടാവല്ലോ. അപ്പം എന്തുകൊണ്ടാണ് വൈ ഹോം അഗെയിൻ? ഫസ്റ്റ് തന്നെ ഹോം അഗെയിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അത്തരത്തിലുള്ള സ്ട്രഗിൾസും അവരുടെ ചാലഞ്ചസ് എല്ലാം ഫേസ് ചെയ്തിട്ട് എനിക്ക് തന്നെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു, ആക്ച്വലി ഇറ്റ് വാസ് എ ഫ്ലാഷ് തോട്ട്. എനിക്ക് തോന്നിയതാണ് ലൈക്ക് ഒരുപാട് മദേഴ്സ് ഡിവോഴ്സ് ആയതിന്റെ പേരിൽ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഡിവോഴ്സ് ആയ മദേഴ്സ് മാത്രമല്ല, അതിൽ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് അവരുടെ കുട്ടികളാണ്. അപ്പം മദേഴ്സിന്റെ സ്ട്രഗിളും ഞാൻ കണ്ടിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ കുട്ടിയുടെ സ്ട്രഗിൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഫെൽറ്റ് ലൈക്ക് അങ്ങനൊരു ഇനിഷ്യേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ പേഴ്സണലി കുറെ ടാക്കിൾ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ കൺവിൻസ്ഡ് ആകില്ലെങ്കിൽ പോലും അറ്റ് ദ സെയിം ടൈം എനിക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 10 ഇയേഴ്സോളമായിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫാമിലിയാണ്. ഒഫീഷ്യലി സെപ്പറേറ്റഡ് ആയിട്ടില്ലെങ്കിലും ദേ ആർ ലിവിങ് ഇൻ എ സെപ്പറേറ്റഡ് വേ. അപ്പൊ ഉമ്മ എങ്ങനെ ഉമ്മയുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു, ഇതൊന്നും ഞാൻ പുറത്തുനിന്ന് പഠിച്ചതല്ല. എല്ലാം വീടിനകത്ത് നിന്ന് തന്നെ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഉമ്മ എനിക്ക് തന്നിട്ടുള്ള കുറെ ലെസൺസ് ഉണ്ട്, ഉമ്മയുടെ ഫാമിലി എനിക്ക് തന്നിട്ടുള്ള കുറെ ലെസൺസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ തന്നെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് എടുത്ത് നമുക്ക് തന്നെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ സർവൈവൽ ആയിട്ട് നമുക്കൊരു പോയിന്റ് കിട്ടും. ഹൗ ടു സർവൈവ് എന്നുള്ളത് നമുക്ക് തന്നെ കിട്ടും. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഹോം അഗെയിൻ. ഹോം അഗെയിൻ ഓക്കെ. ഏകദേശം എത്രയായി ഹോം അഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട്? എത്രത്തോളം മെമ്പേഴ്സ് ഇപ്പൊ ഉണ്ട് അതിൽ? ഹോം അഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഒരു 6 months-ഓളായി. ഒരു 30+ മെമ്പേഴ്സ് ഉണ്ട്. പലപ്പോഴും ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിൽ ഉണ്ടായിരിക്കും, പക്ഷെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ഇവര് റെഡി ആകുന്നുണ്ടോ? അത് എത്രത്തോളം? അതിന്റെ മെയിൻ സംഭവം ഒരു റെസിസ്റ്റൻസ് ആണ്. അതെ, ഒരു റെസിസ്റ്റൻസ് എന്തായാലും അവരിൽ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഒരു മദർ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഡിവോഴ്സി എന്നുള്ള ഒരു ലേബലും കൂടെ വരുമ്പോൾ ഞാൻ ഡിവോഴ്സി ആണെന്നുള്ളത് ഒരുപാട് പേരെ അറിയിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഒരു പ്രശ്നമാണ് പല ആൾക്കാരുടെ ഉള്ളിലും ഇതിലേക്ക് വരാനുള്ളത്. പിന്നെ ഇപ്പോഴും സൊസൈറ്റിയിൽ അതിന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഡിവോഴ്സ് എന്ന് പറയുമ്പം അത് പെണ്ണിന്റെ മാത്രം കുറ്റായിട്ട് ലേബൽ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴും സൊസൈറ്റി. 90% ഇപ്പോഴും. ഒരു 10% പോലും മാറിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതും ഒരു കാരണമായിരിക്കാം. കാരണം സ്ത്രീകൾ കൂടുതൽ സെൻസിറ്റീവ് ആണ്. അപ്പം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തോട്ട്സ് കിട്ടുമ്പോഴേക്കും ഇവർ ഓവർ തിങ്ക് ചെയ്യും. പിന്നെ പുറമേ ഉള്ള ആൾക്കാർ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ളത് ഇവർ തന്നെ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. അത് ലൈക്ക് മെൻ ആൻഡ് വുമൻ ആർ ഫിസിയോളജിക്കലി ഇമോഷണലി ഡിഫറെന്റ് ആയത് കൊണ്ടാണ്. അപ്പം ഇമോഷൻസ് നമ്മളെ നല്ലോണം പറ്റിക്കുന്ന കേട്ടിട്ടില്ലേ? അപ്പം അങ്ങനെയുള്ള പറ്റിക്കപ്പെട്ട കുറെ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ വരും. ഒരിക്കലും ഡിവേഴ്സ് ആഘോഷിക്കപ്പെടാനുള്ള സംഭവമല്ല. അതിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട്ഫുള്ളി നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ട കാര്യമാണ്. എല്ലാവരോടും ഞാൻ ഡിവേഴ്സ് ചെയ്യാണെന്ന് പറഞ്ഞ് ഹാപ്പി ആയി നടക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മൾ ഇമോഷണലി സർവൈവ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഇമോഷണലി നമ്മളെയും നമ്മുടെ കുട്ടികളെയും അതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ആക്ച്വലി ഹോം അഗെയിൻ്റെ ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാരോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, സെപ്പറേഷൻസ് ആർ ഓൾവേസ് പെയിൻഫുൾ. അത് മരണമായാലും ഫ്രണ്ട്സ് ആയാലും ലൈക്ക് സ്പൗസ് ആയാലും ആരായാലും സെപ്പറേഷൻസ് എപ്പോഴും പെയിൻഫുൾ ആണ്. അതിനെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം. പോയത് പോയി, ഹാപ്പി ആവുന്ന ഓഫ്കോഴ്സ് ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ അതിനിടയിൽ നമുക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെടാതിരിക്കുക, കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ. കാരണം എല്ലാവരും ഡിവേഴ്സി ആയിട്ടുള്ള ആ ഒരു പാർട്ട്ണറിലേക്കാവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പക്ഷെ ഇതേ പാർട്ട്ണറിന്റെ കയ്യിൽ തന്നെയാണ് ഈ കുട്ടി ഇരിക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു 20 years വരെ എല്ലാ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉമ്മ ഇപ്പം ആരുടെ കൂടെയാണോ നിൽക്കുന്നത്
അവരുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ കോ പാരന്റിംഗ് ഒന്നും നമ്മുടെ നാട്ടിൽ അത്രയും ഒരു യെസ് റെലവെന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമല്ല. അതൊക്കെ എപ്പോഴും അബ്രോഡാണ്. കോ പാരന്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തോ ഈഗോയാ. ശരിയാണ്. അത് കാരണം കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നോർമലൈസ് ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ കുറിച്ച്, അതായത് ഡിവേഴ്സ് ആയിപ്പോയ പാർട്ട്ണറിനെ കുറിച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരുപാട് ഈഗോയും ഹേർട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ദേഷ്യം, വൈരാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അത് നമ്മുടെ ക്യാരക്ടറിന്റെ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് കുട്ടിക്ക് ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണറിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഷാഹിൻ എങ്ങനെയൊരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ളത് അത് അങ്ങനെ സർവൈവ് ചെയ്തതിനെ കൊണ്ട് തന്നെ ഇമോഷൻസ് അറിയുന്നത് കൊണ്ടായിരിക്കും. അതുപോലെ പറഞ്ഞു, ഇപ്പം ഈ ഒരു ഡിവോഴ്സി ആയിട്ടുള്ള സിംഗിൾ പാരന്റിന്റെ മെന്റൽ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ മുന്നോട്ടുള്ള ലൈഫ് മോൺ ചെയ്യുന്ന സമയത്തായാലും എല്ലാത്തിനും അവരുടെ മെന്റൽ സ്ട്രെങ്ത് പറയുന്നത് അതെപ്പോഴും നമ്മൾ ഇപ്പം അതിന് ഇവരുടെ അടുത്ത് നിന്ന് വരുന്ന ഇത് എത്രത്തോളം ഉണ്ട്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ലൈഫ് കടന്നു പോകുന്ന സമയത്ത് സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എല്ലാവരും ബാക്കിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പൊ വന്നിട്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഇവരെയൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നോ അതോ? ഇല്ല, അവരെല്ലാവരും ഇതിന് ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്തിരുന്ന ഒരു ടൈമായിരുന്നു. കാരണം ഞാൻ ഡിവേഴ്സ് എന്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് റിലേഷൻഷിപ്പ് പോയത് എന്നുള്ളത്. എല്ലാ റിലേഷൻഷിപ്പിലും രണ്ടുപേരുടെ സൈഡിലും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒരാളായിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം സ്വാഭാവികമായും ഒരാളുടെ പ്രശ്നം കൊണ്ട് മാത്രം ഒരു ബന്ധം പോരുമില്ല. പക്ഷെ എക്സെപ്ഷണൽ കേസസിൽ ഇപ്പം വുമൻസ് എത്രയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഫിസിക്കൽ അബ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സെറ്റ് ബാക്ക് ചെയ്യും. ലൈക്ക് അതിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തെ കേടുവരുത്തുന്ന ഒരു റിലേഷൻഷിപ്പും നമ്മുടെ മനസ്സിനെ നന്നാക്കില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഡിവോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഡിവോഴ്സിനെ ആഘോഷിക്കാനും പാടില്ല, അറ്റ് ദ സെയിം ടൈം ഡിവോഴ്സ് എന്തോ മോശമാണെന്ന് കരുതാനും പാടില്ല. ഇതിന്റെ ഇടയിൽ ഒരു ബാലൻസിങ് ഉണ്ട്. ആ സമയത്തെ നമുക്ക് നമ്മുടെ കുട്ടിക്കും എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഉമ്മ ഏതൊക്കെ രീതിയിൽ കടന്നു പോകുന്നു അതിന്റെ എക്സ്ട്രാ ഡബിൾ ആയിട്ടായിരിക്കും കുട്ടി കടന്നു പോവുക. കാരണം പാർട്ട്ണറിനെ സംബന്ധിച്ച് ഒരാളെ പോകുന്നുള്ളൂ, കുട്ടീനെ സംബന്ധിച്ച് രണ്ടുപേര് പോകുന്നുണ്ട്. ഇപ്പൊ ഹോം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫാദർ മദർ ഒന്നിച്ചിരിക്കുന്നത് തന്നെയാണ്. സിംഗിൾ പാരന്റിങ് ഈസ് നോട്ട് ആസ് ഈസി ആസ് വി തിങ്ക്. ഒരുപാട് കോൺസിക്വൻസസും കോൺഫ്ലിക്റ്റുകളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്ത് പോകണം. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് രണ്ടുപേരുമില്ല. എത്ര നമുക്ക് എന്റെ ഉമ്മന്റെ കൂടെ ഉണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഇപ്പം ഞാൻ 23 years ആയി. എനിക്കിപ്പോഴും ഉമ്മ ഉണ്ട്. എന്റെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യും ഉമ്മ ഉണ്ടെങ്കിൽ പോലും ഒരു പോയിന്റിൽ വാപ്പ ഇല്ലാത്തതിൻ്റെതായ ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾസ് നമുക്ക് വരും. അത് നമുക്കൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് വരുന്ന ചില സിറ്റുവേഷൻസ് ആണ്. അപ്പം ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ കൊണ്ടുപോകാം. പോസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ ഹാപ്പി ആവാന്നുള്ളതല്ല, അതിനെങ്ങനെ ന്യൂട്രൽ സംഭവിച്ചു പോയി, ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്തിട്ട് പോവാന്നുള്ളത്. ഇതൊക്കെയാണ് ഹോം അഗൈൻ. കാരണം കുട്ടീനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഉമ്മേനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഒരാളെ മാത്രമല്ല. പക്ഷെ കുട്ടിക്ക് എന്തെങ്കിലും ആദ്യം കൊടുക്കണമെങ്കിൽ ഉമ്മയായിരിക്കണം അവിടെ സെറ്റ് ആവേണ്ടത്. കാരണം കുട്ടി ഇപ്പൊ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങി. പക്ഷെ ഓൺ ദി സ്പോട്ട് ഉമ്മയുടെ ഇമോഷണൽ ട്രിഗേഴ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി അവിടെ തകരാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഫോക്കസ് ഉമ്മയുടെ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ കുട്ടിയിലേക്ക് അങ്ങനെ ഫോക്കസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഹോം അഗൈൻ കമ്മ്യൂണിറ്റി. ഇതുപോലെ തന്നെ ഈ സെപ്പറേഷൻ ബാധിച്ചിട്ടുള്ള മറു സൈഡ് ഉണ്ടല്ലോ, അവരെ കുറിച്ചിട്ട് ഇപ്പം എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അതൊരു നല്ല ക്വസ്റ്റ്യൻ. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് കൂടുതലും കുട്ടികൾ നിൽക്കുന്നത് ഉമ്മമാരുടെ കൂടെയാണ്, ഫാദേഴ്സിന്റെ കൂടെയല്ല. ഫാദേഴ്സിന്റെ കൂടെ ആണെങ്കിലും അവർ ചിലപ്പോൾ ഒരു മന്ത്ലി കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടായിരിക്കും മാറാം. പിന്നെ കുറെ സ്ഥലങ്ങളിൽ ഫാദർ മൊത്തത്തിൽ ഒഴിവാക്കി പോയിട്ടുള്ള സിറ്റുവേഷൻസും കാണാറുണ്ട്. ലൈക്ക് എല്ലാവരുടെയും ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ട്. പക്ഷെ കുട്ടികളെ കൂടുതൽ നിൽക്കുന്നത് മദേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മദേഴ്സിനെ ഫോക്കസ് ചെയ്തത്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഫാദേഴ്സിന് കൊടുക്കേണ്ട സപ്പോർട്ട് അവിടെ കൊടുക്കും. ഒരു ഡിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് അന്വേഷിച്ചു വരുന്നത് കൂടുതലും സ്ത്രീകളാണ്, മെന്നിനേക്കാൾ അപ്പുറത്തേക്ക്. കാരണം മെൻ ആർ മോർ ഇൻ ടു ലോജിക്കൽസ്. അവർക്കിത് കഴിഞ്ഞ നെക്സ്റ്റ് പിന്നെ കുറെ കാര്യത്തിൽ മെൻസിന് സൊസൈറ്റി എന്നുള്ള കമന്റ്സ് ബാധിക്കില്ല, അവരോട് ചോദിക്കില്ല. അപ്പം ഇമോഷണൽ സപ്പോർട്ട് കൂടുതലും സ്ത്രീകളാണ് അന്വേഷിച്ചു വരുന്നതും
അത് ആണുങ്ങൾക്ക് വേണ്ടാന്നല്ല, പക്ഷെ നമ്മളിലേക്ക് സീക്ക് ചെയ്ത് വരുന്നത് കൂടുതൽ സ്ത്രീകളാണ്. മെന്നൻ കൂടുതലും ലോജിക്കലി വയേർഡ് ആയതുകൊണ്ട് അവരെ ഇനി നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പ് എടുക്കാം എന്നുള്ളതാ. സ്ത്രീകൾ എപ്പോഴും പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വി വിൽ നോ ടു മെൻസ് മെന്റാലിറ്റി, മെന്റൽ ഇൽനെസ്. ഇത് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പൊ ഈ ഒരു ജേർണി എങ്ങനെ ആയിരുന്നു? സ്റ്റാർട്ടിങ് മുതലേ എനിക്ക് തോന്നുന്നു ഇതല്ലായിരുന്നു നിഷ് ഏരിയ ഞാൻ ജനറലി എല്ലാവർക്കും ആ പോലെ കൊടുത്തിരുന്നതായിരുന്നു. ആയിരുന്നു. ഏതാൾക്കാർ വന്നാലും ഇപ്പോഴാണ് ഒരു പെർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്? അതിന് പിന്നിലുള്ള ജേർണി. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പം ഇപ്പം ഞാൻ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ട്രെയിനിങ്, ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ വർക്ക് ചെയ്തു വന്ന എക്സ്പീരിയൻസ് ആണ്. അതൊന്നും എന്റെ സർവൈവൽസ് അല്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്തു, ഹാപ്പി ആയിട്ട് സാലറി വാങ്ങുന്നു, ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ പോകുന്നു. അവിടെ എനിക്ക് ഒരു സർവൈവൽസ് ഉണ്ടായിട്ടില്ല. ലൈക്ക് ആസ് എ മദർ എന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസിന്റെ ബുദ്ധിമുട്ടുകളല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ഞാൻ ജനിച്ച അന്ന് മുതല് ഇന്ന് വരെയും ഇനി മരിക്കുന്നവരെയും ഞാൻ സർവൈവ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നി എന്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ പെയിനിൽ നിന്ന് നമുക്കുള്ള പറയാം. purpose എന്ന് പറയാം. ഓക്കെ. ഇപ്പൊ പറഞ്ഞു മദറാണ് എല്ലാവർക്കും 23 years ആണ്, ബട്ട് ഒരു മദറാണെന്ന് അറിയാം. രണ്ട് കുട്ടികളുടെ ഉമ്മയാണ്. അപ്പോ ഈ ഒരു സമയത്ത് ആഫ്റ്റർ ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള ഡ്രീം ആയിരുന്നോ ഇങ്ങനെ ഒരു കോച്ച് ആവണോ എന്നുള്ളത്? അല്ലാന്നുണ്ടെങ്കിൽ കോയിൻസിഡന്റലി എത്തിപ്പെട്ടതാണോ? ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ഒന്നിലും ഒരുപാടില്ല, വളരെ ന്യൂട്രൽ ആയിട്ട് പോയിരുന്ന ഒരാളായിരുന്നു. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയി. ആ സമയത്ത് ഫീഡ്ബാക്ക് പറയാൻ എല്ലാവരും ഫീഡ്ബാക്ക് പറയൽ നിർബന്ധിതമായി വന്നു. ഞാൻ പറഞ്ഞു. ആ ഫീഡ്ബാക്കിന് ശേഷം എന്റെ അടുത്ത ടീച്ചർ എനിക്കൊരു ഫീഡ്ബാക്ക് തന്നു, ലൈക്ക് യു ഹാവ് എ പൊട്ടൻഷ്യൽ ഇൻ ദിസ് എന്നുള്ളത് പറഞ്ഞു. അന്ന് എന്റെ മൈൻഡിൽ അതുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പൊ VHSക്കാർക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. 15 days നമ്മൾ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യണം പഠിക്കുന്നതിന്റെ കൂടെ. OJT കഴിഞ്ഞ സമയത്തും ഒരു ഫീഡ്ബാക്ക് പറയേണ്ടതായിട്ട് വന്നു. ഫീഡ്ബാക്ക് പറഞ്ഞു. ഈ സെയിം എന്റെ 10th പഠിക്കുന്ന ടീച്ചർ എനിക്ക് തന്ന സെയിം ഫീഡ്ബാക്ക് തന്നെയായിരുന്നു എനിക്ക് +2 പഠിക്കുമ്പോഴും തന്നെ. അത് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ലിറ്ററേച്ചർ എടുത്തു. ലിറ്ററേച്ചർ എടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കോളേജ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എന്റെ മാരേജ് കഴിഞ്ഞു. 1 year 2 year ഞാൻ വെറുതെ ഇരുന്നു. അതിന്റെ കൂടെ ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് ലൈക്ക് കൊറോണ ആയിരുന്നു. അപ്പം എന്തായാലും നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് പഠിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ മെഡിക്കൽ സ്ക്രൈബിങ് പഠിച്ചു. മെഡിക്കൽ സ്ക്രൈബിങ് പഠിച്ചിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ കയറി. നല്ലൊരു MNCയിൽ നല്ലൊരു മന്ത്ലി സാലറിയിൽ കയറി. പക്ഷെ സാലറി കിട്ടുന്നുണ്ട്, സാലറി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തില് എല്ലാവരെയും പോലെ നല്ലൊരു ഫീല, വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണ് ഞാൻ ADN ടോക്സിനെ കുറിച്ച് അറിയുന്നതും അവരുടെ GC ചെയ്യുന്നതും പിന്നെ മെന്ററിങ് ചെയ്യുന്നതും ഒക്കെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവര് പറഞ്ഞ സെയിം ഫീഡ്ബാക്ക് കിട്ടി. എനിക്ക് 3 സ്ഥലത്തുനിന്ന് ഒരേ ഫീഡ്ബാക്ക് കിട്ടി. അപ്പൊ എനിക്ക് തോന്നി മേ ബി നമുക്കറിയില്ല നമ്മുടെ കഴിവ്, പക്ഷെ പുറത്തുനിന്ന് ഉള്ള ആൾക്കാർക്ക് നമ്മളെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനത്തെ പൊട്ടൻഷ്യൽസില്. എനിക്ക് തോന്നി ഇങ്ങനെ മേ ബി സംസാരിച്ചാൽ ചില ആൾക്കാർക്ക് കംഫർട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ എന്റെ അടുത്ത് ഞാൻ പോലും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്റെ അടുത്ത് ആരെങ്കിലും വന്നിരുന്നിട്ട് അവരോരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോകും. ഷാഹിനാന്റെ അടുത്ത് ഒരു ഹീലിംഗ് എനർജി എവിടെയോ ഉണ്ട് അല്ലെ? ഒരു അത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഷാഹിനാന്റെ ടോക്കിലാണെങ്കിലും എല്ലാം ഒരു ഹീലിംഗ് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ അതായിരിക്കും ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാൻ. നമ്മൾ മറന്നുപോയാലും പറിച്ചു മറന്നുപോയില്ല. അപ്പൊ അങ്ങനത്തെ ഫീഡ്ബാക്സ് സ്ട്രൈക്ക് ചെയ്ത് അൺകോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ആയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അന്ന് ഞാൻ മന്ത്ലി സാലറീസിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിലും ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ കംപ്ലീറ്റ്ലി സംതിങ് ഒരു യൂണീക്നെസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. എല്ലാ എംപ്ലോയീസിനെയും പോലെ എല്ലാ കോർപ്പറേറ്റ് ലൈഫും പോലെയായിരുന്നു. അപ്പൊ എന്റെ സംഭവം 9 to 5 അല്ല, 24/7 ആണ്.
മദർഹുഡും ബിസിനസ്സും എല്ലാം ഒന്നിച്ചാണ്. പക്ഷെ ചെയ്യുന്നതിലൊരു അൽഹംദുലില്ലാ നമുക്ക് കോട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഈ ഒരു മദർ ആയതിനു ശേഷമാണല്ലോ ഈ ജേണി ഒക്കെ. അപ്പം ഈ മദർഹുഡും അതുപോലെ തന്നെ കരിയർ ഗ്രോത്തും ഇത് രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത്? ഒരിക്കലും ഞാൻ ഇതിനെ ഫാന്റസൈസ് ചെയ്യില്ല. ഉം. ഇറ്റ്സ് വെരി കയോട്ടിക് ടു ബി ഓണസ്റ്റ്. കാരണം നമ്മൾ ഒരുപാട് കമന്റ്സ് കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും, ഇതിനെ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം course. ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാല് എന്റെ ഫാമിലിയിൽ ഞാനാണ് ഫസ്റ്റ് ടൈം ഇത് ഇറങ്ങുന്നത്. ഉം. അപ്പം ഇവർക്ക് ആർക്കും ഇത് പരിചയമുള്ള ഒരു പരിപാടിയല്ല. പരിപാടിയല്ല. സ്ത്രീകൾ അധികം ജോലിക്ക് പോവാത്തവരുമാണ്. ഇനി പോയിട്ടുള്ള ആൾക്കാരൊക്കെ നേഴ്സാണ്. ഉം, ഉം, രാവിലെ ഉം. പോകുന്നു, വൈകുന്നേരം വരുന്നു, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ ഒരു ഫീൽഡ് ഫെമിലിയർ അല്ല. അല്ല. ഉം. ഓഫ്കോഴ്സ് ബാഡ് കമന്റ്സ് അതിനകത്ത് വരും. അതായത് ബാഡ് ആയിട്ടല്ല, ക്രിറ്റിസിസം വരും. ഉം, ഉം. എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്, വേറൊരു നല്ല ജോലി ഉണ്ടായിരുന്നത് എന്തിനു റിസൈൻ ചെയ്ത് എനിക്ക് പോയി എന്നുള്ളതൊക്കെ വരും. അപ്പം ഞാൻ ഒരിക്കലും മദർഹുഡും ഇതും ഭയങ്കര അടിപൊളിയാണെന്നും പറഞ്ഞ് പറയില്ല. അതിന് അതിൻ്റെതായ കയോട്ടിക് ഫേസ് ഉണ്ട്. പക്ഷെ രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. യെസ്, കറക്റ്റ്. രണ്ടിനും രണ്ടിന്റെ എത്തിക്സ് ഉണ്ട്, രണ്ടിനും രണ്ടിൻ്റെതായ വാല്യൂസ് ഉണ്ട്. ഇപ്പൊ മദർഹുഡിന് കൊടുക്കേണ്ട വാല്യൂസ് ഇപ്പറ കൊടുക്കുക, ബിസിനസ്സിന് കൊടുക്കേണ്ട വാല്യൂസ് ഇവിടെ കൊടുക്കുക. പക്ഷെ ഇതിനെ രണ്ടിന്റെയും ടൈം മാനേജ്മെന്റിലാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരിക. ഉം. പിന്നെ ഒന്നിന് നമ്മൾ ചെറിയ സാക്രിഫൈസ് കൊടുത്താലേ ഒന്ന് വർക്ക് ആവുള്ളൂ. ഉം, ഉം. ചിലതിൽ ചില റിയാലിറ്റീസ് ആണല്ലോ. അതായത് നമ്മൾ കൊടുക്കുന്ന സാക്രിഫൈസസ് ആണ് നമുക്ക് തരുന്ന റിസൾട്ട്. ഞാൻ ഒരിക്കലും റിസൾട്ട് എന്ന് പറയില്ല, റിവാർഡ് എന്ന് പറയും. നമ്മൾ എന്തിനാണോ കൊടുത്തത് അതിന്റെ റിവാർഡാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പിന്നെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുട്ടികളോട് പറയും, നിങ്ങളെയും കൂട്ടി തന്നെ ഞാനിത് ചെയ്തത്. ചെയ്തത്. എനിക്ക് മുഴുവനായിട്ടും മക്കളുടെ അടുത്ത് മാറിയിട്ടില്ല. ഉം. ഒരു ദിവസത്തിൽ ഒരു 3-4 മണിക്കൂറേ ഞാൻ മാറുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ ഐ ഡിഡ് ദിസ് വിത്ത് ദം. യെസ്. അപ്പോ ഇപ്പോ ഇതുപോലെ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കുമല്ലോ, മദർഹുഡിന്റെ കൂടെ കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, റീസ്റ്റാർട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? മെയിൻ ആയിട്ടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. Correct. അത് നമ്മുടെ ഹസ്ബൻഡിന് അറിയില്ല, നമ്മുടെ പാരന്റ്സിന് അറിയില്ല, നമ്മുടെ ഇൻലോസിന് അറിയില്ല, ആർക്കും അറിയില്ല. നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്ന സമയത്ത് മാത്രമേ എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് കിട്ടുള്ളൂ. ഉം. ഇപ്പം ഞാനാണെങ്കിലും, ഞാൻ മെഡിക്കൽ സ്ക്രൈബിംഗ് പഠിക്കുന്ന സമയത്ത് ഐ വാസ് 8 months pregnant. 8 അല്ല 5 months pregnant ആയിരുന്നു. ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ജോലിക്ക് കയറിയപ്പോ 8 months pregnant ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞിരുന്നു, ചെയ്യണ്ട, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഇത് നടക്കില്ല, പറ്റില്ല. പക്ഷെ എന്റെ ഒരൊറ്റ നിർബന്ധത്തിൽ ഞാൻ കയറിയ ഒരു ജോലിയാണ്. അതിനുശേഷം അവിടെ ഒരു ബാച്ച് നടന്നിട്ടില്ല. ഉം, ഞാൻ ഉം. എങ്ങാനും ആ ഇന്റർവ്യൂ ലാഗ് ആക്കിയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ജോലി ആക്ച്വലി കിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എടുത്തതിന് ശേഷം മാത്രമേ പുറത്തുനിന്നുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വി ഹാവ് ടു കൺവേ. ആ കൺവേ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ മേ ബി ഓഫ് കോഴ്സ് ഒരു സൈഡിൽ നിന്ന് നെഗറ്റീവ് കോമന്റ്സ് ഉണ്ടാവും, ഒരു സൈഡിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് എത്ര ആയിട്ട്. കാലം കഴിഞ്ഞാലും ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം. 2050 കഴിഞ്ഞാലും ഈ ഒരു സംഭവം പോയിക്കൊണ്ടേയിരിക്കും. അത് ചില പാറ്റേൺസ് ആണ്. കാരണം നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കിട്ടിയാലേ നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് റിയലൈസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാം എളുപ്പത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം മൾട്ടി ടാസ്കിങ് അല്ല സ്ത്രീകൾ ചെയ്യുന്നേ, അതിനപ്പുറം തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ വുമൻസ് പറയുന്ന കാര്യം, മൾട്ടി ടാസ്കിങ് അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ അതിന് മുകളിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഒരു ഇത്ര ഫിക്സ്ഡ് ടൈമിൽ വീട്ടിൽ പണി ചെയ്യുന്നു, അത് കഴിഞ്ഞുള്ള ഫിക്സ്ഡ് ടൈമിൽ ബിസിനസ്സിന് ഇരിക്കുന്നു, അത് കഴിയുമ്പോഴേക്ക് കുട്ടി തിരിച്ചു വരാറാവുന്നു സ്കൂളിലേക്ക്, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ റിലീജിയസ് റിച്വൽസ് കഴിയുന്നു, അഗെയിൻ ബാക്ക് ടു വർക്ക് ആണ്. രാത്രി 10 മണി 11 മണിയാവും ഉറങ്ങാൻ. 11 മണിയൊക്കെ റയറാ, 1 മണി 1:30 ആവും ഉറങ്ങാൻ. അപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. പക്ഷെ എന്ത് വേണമെന്നുള്ളത് നമ്മൾ ആദ്യം പറയണം നമ്മുടെ കൂടെയുള്ളവരോട്. ഇങ്ങനെയാണ്. 2-3 പ്രാവശ്യം നെഗറ്റീവ് കമന്റ്സ് കിട്ടും. 4ാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി, അവർ കുറച്ച് സ്ലോ ഡൗൺ ആവും. പിന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും, ഇതെന്റെ പാഷനാണ്, ഞാനിവിടെ ഒന്നിനെ ഒഴിവാക്കിയിട്ടല്ല ഞാനിവിടെ ചെയ്യുന്നത്, ലൈക്ക് എന്റെ കുട്ടികൾ ഒഴിവാക്കിയിട്ടല്ല ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, എനിക്കിത് രണ്ടും ഒരുപോലെ. അത് നമ്മൾ സിൻസിയർ ആയിട്ട് പറയുമ്പോൾ ഒപ്പോസിഷൻസ് ഉണ്ടെങ്കിലും അത് അധികം നമ്മളെ ബാധിക്കാത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആക്ച്വലി റിയാലിറ്റി. ഒപ്പോസിഷൻസ് ഉണ്ടാവും, പക്ഷെ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന പോയിന്റിലാണ് നമ്മൾ അതിന് റെഡി ആയെന്ന് നമുക്ക് തന്നെ മനസ്സിലാവാം. സോ പ്രിപ്പയർ യുവർസെൽഫ് ഫോർ യുവർ ഡ്രീംസ്. ഇതേപോലെ തന്നെ സിംഗിൾ പാരന്റ്സ് ആയിട്ടുള്ളവർക്കും അവരുടേതായിട്ടുള്ള
അങ്ങനെ ആരുടെയെങ്കിലും ലൈഫിൽ ഒരുപാട് പേരെ കണ്ടിട്ടുള്ളതല്ലേ, എടുത്തു പറയാൻ പറ്റുന്ന എക്സ്പീരിയൻസസ് ഒരു സിംഗിൾ മദർ ആയിട്ടും അവരുടേതായിട്ടുള്ള ഒരു എംപയർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല? ഹോമിഗൻ കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് അങ്ങനെ 2 ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ജസ്ന എന്ന് പറയുന്ന ഒരു ലേഡി, സൗഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി. ഇവര് 2 പേരും എടുത്തിട്ടുള്ള ടാസ്ക് വാസ് നോട്ട് എൻ ഈസി തിങ്. ഒരാളിപ്പം LLM-ന് അഡ്മിഷൻ കിട്ടിയിട്ടിരിക്കുകയാണ്. ഒരാളിപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ഓഫീസറിന്റെ PA ആയിട്ടുള്ള രീതിയിലേക്ക് അവിടുന്ന് ഇത് കിട്ടിയിട്ടിരിക്കുക. അപ്പൊ 2 പേരെ സംബന്ധിച്ചും ഇവര് തുടങ്ങിയ സമയത്ത് വളരെ shrink ആയിരുന്നു ഒമഗയിനിലേക്ക് വരുന്ന സമയത്ത്. പക്ഷെ വൺസ് അവര് റെഡി ആയി തുടങ്ങുമ്പോൾ ഇവർക്ക് തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരാനായിട്ട് തുടങ്ങി. ഇത് ലൈക്ക് നമ്മുടെ ഉള്ളിൽ എന്താ അതാണ് നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുമല്ലോ. അപ്പം സിംഗിൾ പാരന്റിങ് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എളുപ്പമല്ല. മരിച്ചാലും ഞാൻ പറയില്ല അത് എളുപ്പമാണ്. അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യില്ല ഞാൻ ഒരിക്കലും. ചില കാര്യങ്ങൾ പെയിൻ ആണെങ്കിൽ അതിന് പെയിൻ ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ അത് മാത്രല്ല റിയാലിറ്റി, ഇതിനപ്പുറവും കുറെ ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കലുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നു, അതായത് നമ്മുടെ കൈയൊന്നും മുറിഞ്ഞു, നമ്മുടെ ബോഡിയിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പറേ നമുക്കൊരു കൈ ഉണ്ട് യൂസ് ചെയ്യും. വേറെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു ലൈഫിന്റെ ഒരു സൈഡിൽ ഒരു പോയിന്റ് വന്നു നെഗറ്റീവ് ആയിട്ടെന്ന് വെച്ചിട്ട് ആ ഹോൾ ലൈഫ് നെഗറ്റീവ് അല്ല. ഇപ്പറേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പം സിംഗിൾ പാരന്റിങ് നിങ്ങളെ മോശമാക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിങ്ങൾ പഠിച്ചു വന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എഡ്യൂക്കേഷൻ ഉണ്ടാവും, നിങ്ങളുടെ മക്കളുടെ ഭാവി ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഫോക്കസ് അവിടെ കൊടുക്കുക. കാരണം ഇപ്പുറത്തെ നിങ്ങൾ എൻഹാൻസ് ചെയ്യുമ്പോഴേ ഇതിനെ നിങ്ങൾക്ക് ന്യൂട്രൽ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡിവോഴ്സി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, റിലേഷൻഷിപ്പിൽ ഫെയിലിയർ ആയിട്ടുണ്ടാകും, പക്ഷെ അതോടുകൂടിയിട്ട് ലൈഫിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട്. മേ ബി സൊസൈറ്റിയിലുള്ള കമന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക് ആയിരിക്കും, എനിത്തിങ് എന്ത് തന്നെയായാലും അത് അവിടെ സ്റ്റോപ്പ് ആക്കുന്നവരുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഡിവോഴ്സ് ഒരിക്കലും ഒരു എൻഡ് അല്ല. ആക്ച്വലി ഡിവോഴ്സിന് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഹീലിംഗ് പീരീഡ്. കാരണം ആ ഒരു ഇതിൽ തന്നെ മുറിവിൽ തന്നെ പോവാൻ അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് കുറെ എക്സ്പീരിയൻസുകൾ വന്നിട്ടുണ്ട്. ആ എക്സ്പീരിയൻസിന്റെ റിഫ്ലക്ഷൻ ചില ആൾക്കാർക്ക് മാരേജിലായിരിക്കും വരിക. മേ ബി നമ്മുടെ പാരന്റ്സിന്റെ കിട്ടിയിട്ടുള്ള ചില മുറിവുകളോ കാര്യങ്ങളോ ആയിരിക്കാം. അപ്പൊ അതിന്റെ നേരെ റിഫ്ലക്ഷൻ ആയിട്ടുള്ള ഒരാളെ ആവും നമ്മൾ വിവാഹം കഴിക്കുക. അപ്പൊ അവിടെ ഒരു പാറ്റേൺ ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു സമയത്ത് കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ നോർമലി ഇത് ബ്രേക്ക് ആയി പോകും. അതാണ് ആക്ച്വലി ഡിവോഴ്സിന്റെ മറ്റൊരു കോൺസെപ്റ്റ്. നമുക്ക് രണ്ടുപേർക്കും ഒരു രീതിയിലും ഒന്നിച്ചു പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. പക്ഷെ ഈ ഡിവോഴ്സിനെ നിങ്ങൾ കേഴ്സ് ആയിട്ട് കാണുന്നതിനപ്പുറം ഇതിനൊരു ഹീലിംഗ് പീരീഡ് ആയിട്ട് കാണും. ഇത്രയും കാലം പോയിട്ടുള്ള ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനും പുതിയൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു സമയമാണ്. അപ്പം സെപ്പറേഷൻസ് ആർ പെയിൻഫുൾ, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളെ റെഡിയാക്കാൻ ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു അവസരം. അത് ബ്ലെസ്സിങ് ആണോ ചോദിച്ചാൽ ഒരു സൈഡിൽ അത് ബ്ലെസ്സിങ് ആണ്. സൊസൈറ്റിയുടെ മുമ്പിൽ അത് ഭയങ്കര കേഴ്സായിരിക്കും. പക്ഷെ നമ്മളിലേക്ക് മാത്രം ചിന്തിക്കുന്ന സമയത്ത് ആക്ച്വലി ഇതൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില മോശമായ സിറ്റുവേഷൻസിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, പാറ്റേൺസ് എന്ന് പറയാം. ചില വൂൺസോ ട്രോമയോ കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്യാനും അതിന് ഹീൽ ചെയ്യാനും പുതിയൊരു നിങ്ങളെ കണ്ടുപിടിക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഹീലിംഗ്. അപ്പം അതൊക്കെ നമുക്ക് ഡിവോഴ്സിന് ഇങ്ങനൊരു പോസിറ്റീവ് കൺസെപ്റ്റും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് 90% റിലേഷൻഷിപ്പ് ഇഷ്യൂസും വരുന്നത് അവരുടെ ചൈൽഡ്ഹുഡിൽ അവരുടെ പാരന്റിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും എന്നുള്ളത്. അതായത് ഒരു പാരന്റ്സ് തമ്മിൽ എപ്പോഴും അടിയാണ്, വഴക്കാണ്, പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് ഇനി എത്ര തന്നെ മക്കൾ വിചാരിക്കുന്നുണ്ട് എന്റെ ലൈഫ് ഒരിക്കലും എന്റെ ഉമ്മാനെ വപ്പാനെ പോലെ ആവരുതെന്ന് വിചാരിച്ചാലും എൻഡ് ഓഫ് ദി ഡേ അവരുടെ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞോ അറിയാണ്ടെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരിക. അപ്പം അധികം 90% കണ്ടിട്ടുള്ളത് അവര് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആവുന്നുണ്ടോ അവരുടെ പാരന്റ്സിന്റെ റിലേഷൻഷിപ്പ് ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അത് സത്യമാണോ? സത്യമാണ്. കാരണം ഒരു കുട്ടീനെ സംബന്ധിച്ച് വോംബിനെ ആ കുട്ടിയുടെ ലൈഫ് ഡിസൈൻഡ് ആവാൻ തുടങ്ങും. കാരണം ഉമ്മ കേൾക്കുന്നത്, ഉമ്മ അനുഭവിക്കുന്നത്, ഉമ്മ ചിന്തിക്കുന്നതെല്ലാം കുട്ടീനെ എഫക്ട് ചെയ്യും. ഇപ്പൊ ലൈഫിന്റെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ വോംബിലിരിക്കുമ്പോഴാണ്. അപ്പം കുട്ടി പുറത്തേക്ക് വന്നു. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവർ വളരുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഹാൻഡ്സ് ഇതായിരിക്കും. ഇത് തന്നെ തുടക്കത്തിൽ പൊട്ടിപ്പോയി.
അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഇല്ല. ആരെ വിശ്വസിക്കണം എന്നുള്ളത് അറിയില്ല. പിന്നെ നമ്മളൊരു ടീനേജ് ലൈഫാണ്. അവിടെ നമ്മള് വേറെ ഒരുപാട് റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ്, ലവ് റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇവർക്ക് മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാവാൻ പറ്റില്ല. ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും സെക്യൂരിറ്റി എപ്പോഴും ഉണ്ടാവും. ഇവരിങ്ങനെ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് എനിക്കത് പറയാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ, ഞാനത് ഡിസേർവ് ആണോ. ഇവരുടെ മൈൻഡിൽ ആദ്യമുള്ള സംഭവം എനിക്ക് നല്ല ലൈഫ് ഡിസേർവിങ് അല്ല എന്നുള്ളതാണ്. കാരണം ചുറ്റും നല്ല ഹാപ്പി ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്. അവരുടെ വാപ്പയമ്മയൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നു, നിങ്ങൾ ഹാപ്പി ആവുന്നു, പുറത്തു പോകുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ലൈഫിന് ഇവര് തന്നെ സ്വന്തമായിട്ട് റീബിൽഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ജനിക്കുമ്പോഴേ പോയി. പിന്നെ ഇത് നേടിയെടുക്കാന്ന് പറഞ്ഞാൽ ഈ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും ഒക്കെ കഷ്ടപ്പെട്ട് സ്വന്തമായിരുന്നു പഠിച്ച് അവനവനിൽ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിനൊരു എക്സാമ്പിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവര് മെന്ററെ ഹെൽപ്പ് സീക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യണം. കാരണം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പുറത്തേക്ക് നമുക്ക് കുറെ നല്ല അവസരങ്ങൾ ഉണ്ടെന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. പ്രശ്നത്തിലിരിക്കുന്ന ആൾക്കറിയില്ലല്ലോ. നമ്മളൊരു ബോക്സിനകത്ത് ഇരുന്നാൽ നമുക്ക് ബോക്സ് മാത്രമേ കാണുള്ളൂ. അപ്പൊ ബോക്സിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ആൾക്കല്ലേ ആ ലൂപ്പിൽ അങ്ങ് പെട്ടുപോയി. എക്സാക്ട്ലി. അപ്പം ട്രസ്റ്റ് ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പം ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരാളില് കാണാൻ തുടങ്ങും. ഇനി ആൾക്ക് എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, ചിലപ്പോൾ ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ ഈ ഒരു ഫീലിംഗ് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ലീഡ്സ് ടു ഡിവോഴ്സ്. ഡിവോഴ്സ് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല. അതിന് അതിൻ്റെതായ സമയവും കാലവും എടുത്തിട്ടില്ല. അപ്പൊ ചില റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ, സെക്ഷൽ അബ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ടാണെങ്കിൽ മേ ബി നമുക്കൊരു 1 വീക്കോടുകൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കൽ അബ്യൂസും വെർബൽ അബ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, അത് തുടക്കത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ കംഫർട്ടബിൾ ആയി വന്ന് ട്രിഗേഴ്സ് വരാൻ തുടങ്ങും. അങ്ങനെയും ഒരുപാട് നല്ല റിലേഷൻഷിപ്പുകൾ ബ്രേക്ക് ആയി പോയതും കാണാറുണ്ട്. അതൊക്കെ ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള ട്രോമാസിന്റെ റിഫ്ലക്ഷൻസ് ആവും. മോസ്റ്റ്ലി അങ്ങനെ തന്നെ. ഇങ്ങനെ വന്നിട്ടുള്ള ചൈൽഡ്ഹുഡ് ഇതിനെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്ക് എന്താ വേണ്ടതെന്ന് ആദ്യം നമ്മൾ തീരുമാനം എടുക്കണം. അതാണ് ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലാതെ മെഡിറ്റേഷൻ ചെയ്ത് മുഴുവനായിട്ട് ഇരിക്കുന്ന പരിപാടിയല്ല ആക്ച്വലി ഹീലിംഗ്. ചില ആൾക്കാർ, ഇപ്പം നമുക്ക് തന്നെ വരുന്ന ക്ലയൻസ് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മാം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ള പരിപാടികളാണോ ചോദിക്കുന്നത്. അതാണ് ഹീലിംഗ് തെറ്റിദ്ധരിക്കും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ റീവയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രം. അതായത് മെഡിറ്റേഷനിൽ കൂടെ അല്ല ആക്ച്വലി കംപ്ലീറ്റ് ഹീലിംഗ് നടക്കുന്നത്. അതൊരു പാർട്ടാണ്, പക്ഷെ അത് മാത്രമല്ല ഹോൾ തിങ്. നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഹീലിംഗ് ആണ്. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഹോം ഗെയിമിലേക്ക് ജോയിൻ ചെയ്തു, നിങ്ങൾ ഫസ്റ്റ് ഹീലിംഗ് അവിടെ നടന്നു. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് എടുത്തു, അത്രമാത്രം. അതായത് ഇപ്പം ഒരാൾക്ക് വയ്യാതെയായി, അയാൾ ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളതല്ല ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ മരുന്ന് എടുക്കുക എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ്. അവിടെ അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആവാന്നുള്ളത് അടുത്ത സ്റ്റെപ്പ്. ഇത് തന്നെയാണ് ലൈഫിന്റെ ഓരോ പ്രോസസ്സിനെയും നമ്മൾ ഹീൽ ചെയ്യുക. അതിന് നിങ്ങൾ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കോൺട്രവേഴ്സി കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട. ആക്ച്വലി സിമ്പിൾ ആയിട്ട് കണ്ട സ്റ്റെപ്പ് എടുക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ എഴുതുക. ടാസ്ക് ആണത്. നിങ്ങൾക്ക് എന്താ വേണ്ടേ, നിങ്ങൾ എങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്, എന്ത് കാര്യങ്ങൾ മാറ്റാനാണ് ഇഷ്ടപ്പെടുന്നത്, എന്ത് കാര്യങ്ങൾ അപ്പോഴും വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ബിഗിൻ വിത്ത് എൻഡിങ് റിസൾട്ട്. എക്സാക്ട്ലി. അതാണ് നമ്മൾ ആദ്യം കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഹീലിംഗ് നടക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു മെന്ററിനെ കണ്ടിട്ട് എന്റെ പ്രശ്നങ്ങൾ മാറണം, എന്തിനു പ്രശ്നം മാറണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്തിന് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച ഫസ്റ്റ് ഹീലിംഗ് അവിടെ നടക്കും. ഇപ്പൊ പറഞ്ഞല്ലോ, വോംബിൽ ഇരിക്കുന്ന സമയത്തെ നമ്മളുടെ ക്യാരക്ടർ അവിടെ, നമ്മളുടെ ബിഹേവിയർ ഒക്കെ അവിടെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാൻ, ഒരു മദർ ആവാൻ പ്രിപ്പയർഡ് ആകുന്ന ഒരാള് എത്രത്തോളം ഇതിൽ അവയർനെസ് ഉണ്ടായിരിക്കും? എല്ലാവരും ഇൻഡിവിജ്വൽസ്, എല്ലാ ആൾക്കാരും ഇൻഡിവിജ്വൽസ്. എന്റെ മകളാണെങ്കിലും എന്റെ മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം ഓരോ ആൾക്കാർക്കും ഓരോ ട്രൈബ്സ് കിട്ടും, ജനിക്കുന്ന സമയത്തും അല്ലെങ്കിൽ വോംബിലിരിക്കുന്ന സമയത്തും. പക്ഷെ അത് കൂടുതൽ പാരന്റ്സിൻ്റെന്നായിരിക്കും വരിക. ഇപ്പം അമ്മയുടെ അതേ സ്വഭാവമല്ല കുട്ടിക്ക് ഉണ്ടാവുക, പക്ഷെ അമ്മയുടെ ചില സ്വഭാവം കുട്ടിക്ക് ഉണ്ടാവാം. അപ്പൊ നമ്മളൊരു ലൈഫ് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത്, അമ്മ ആയാലും അച്ഛനായാലും നമ്മൾ കൊടുക്കുന്ന ഒരു ലൈഫാണ്. അതൊരു ഫ്ലഷ് മാത്രമല്ല, അതൊരു ലൈഫാണ്.
അപ്പൊ ആ ലൈഫ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ആ ലൈഫിലേക്ക് കിട്ടണം കിട്ടണ്ട എന്നുള്ളത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ അമ്മമാര് ഇതൊന്നും അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതല്ല, അവരവരുടെ ഇമോഷൻസിൽ പെട്ടുപോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം. സംഭവിക്കുന്ന കാര്യം. പക്ഷെ എപ്പോഴും വി ഷുഡ് ഹാവ് എ സെക്കൻഡ് തോട്ട്, ലൈക്ക് ഞാൻ മാത്രല്ല ഉം. ഞാൻ മാത്രല്ല ഒരു സംഭവമുണ്ട്. പഴയ ആൾക്കാർ പറയും രണ്ടുപേർക്കുള്ള ചോറ് കഴിക്കണം എന്ന് പറയില്ലേ, അതുപോലെ രണ്ടുപേർക്കുള്ള തോട്ട്സും കൂടെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. തോട്ട്സ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഉം. അല്ലാതെ നിങ്ങൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സസും ഉം. നല്ല ഹോസ്പിറ്റലിൽ ലക്ഷറി ഡെലിവറിയും കാര്യങ്ങളൊന്നും അത് കുട്ടിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു വേ ഓഫ് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അത് വയറിനകത്തിരിക്കുന്ന സമയത്ത് തോട്ട്സിൽ കൂടെയാണ് ഇമോഷണൽ കണക്ഷൻ വരിക. പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫിസിക്കൽ ടച്ചും കാര്യങ്ങളൊക്കെ വരും. അപ്പം ആദ്യം നമ്മൾ എന്താ ചിന്തിക്കുന്നേ എന്നുള്ളത്, അതാണ് ഫസ്റ്റ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്റെ ആദ്യത്തെ മോള് വളരെ ഹാപ്പി പ്രഗ്നൻസി ആയിരുന്നു. ഉം. പക്ഷെ മോളെ ഡെലിവറി കഴിഞ്ഞ ഒരു 5 months കഴിഞ്ഞപ്പോൾ ഞാൻ അഗെയിൻ പ്രഗ്നന്റ് ആയി. അപ്പോൾ എനിക്ക് കുറെ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങി. അവരാരും മോശമല്ല, അവര് കെയർ കൊണ്ട് പറയുന്നതാണ്. ഉം. ഉം. അയ്യോ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾ അതെന്നെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഉം. അതൊന്നും ആരും നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയുന്നതല്ല. പറയാം. എല്ലാവരും പോലെ അയ്യോ ആദ്യത്തെ കുട്ടിക്ക് കിട്ടേണ്ട പാലല്ലേ എന്നൊക്കെ ഉം. പറയും. അപ്പൊ രണ്ടാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം ഇവന്റെ ക്യാരക്ടറിൽ എനിക്ക് ട്രൈറ്റ്സ് കാണാൻ പറ്റിയിട്ടുണ്ട്. വേറെ ഒരു പ്രശ്നവും ഇല്ല. ഈ ഒരു വിഷമം മാത്രമേ എനിക്ക് തട്ടിയിരുന്നുള്ളൂ. എന്റെ റിലേഷൻഷിപ്പ് വാസ് വെരി ഹാപ്പി. ഉം. എന്റെ ഫാമിലി രണ്ടും നല്ല ഹാപ്പി ആയിട്ടുള്ള ഫാമിലീസ് ആണ്. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്റെ ഉള്ളിൽ വന്നൊരു നെഗറ്റീവ് തോട്ട്, അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഉം. ഉം. അവൻ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒപ്പം സെൻസിറ്റീവ് ആവും. പക്ഷെ മോൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഭയങ്കര ജിൽജില്ല. ഉം. മോൾ കുറച്ചുകൂടെ സൈലന്റ്. അവൻ ഭയങ്കര കംഫർട്ടബിൾ ആയാൽ മാത്രമേ അവൻ ഒരാളുടെ അടുത്ത് മിണ്ടുപോലും. സോ ഒരു ചെറിയ ഡിഫറൻസ് ചെയ്ത് നമുക്കൊരു കുട്ടിക്ക് അത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇമോഷണൽ ട്രിഗേഴ്സ് ഉണ്ടായ ഒരു കുട്ടി ഏതൊക്കെ രീതിയിൽ പോകും. ഇന്നിപ്പോ നമ്മളെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം ആഘോഷിക്കുന്ന പോസ്റ്റ്മോർട്ടം കെയർസ് ഒരുപാട് വരുന്നുണ്ട്, അങ്ങനെയുള്ള സെന്ററുകൾ, അതേപോലെ തന്നെ അതിനുശേഷമുള്ള പല കാര്യങ്ങളും. പക്ഷെ ഈ പ്രഗ്നൻസി പീരിയഡിൽ കൊടുക്കേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ടുണ്ട്, അത് പലരും ഇപ്പോഴും അവെയർ അല്ല. അതിൽ എത്രത്തോളം നമ്മൾ ഇനിയും പുരോഗമിക്കാനുണ്ട്? ഇത് മദറിന്റെ കയ്യിലിരിക്കുന്ന ഒരു പരിപാടിയല്ല അല്ല. മുഴുവനായിട്ടും. യെസ്. അപ്പോ നമ്മള് ഇത് കേട്ടിട്ടുണ്ടാവും, ബസ്സിൽ പോകുന്ന സമയത്ത് സ്ത്രീകള് ഒരു ലേഡി പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കാം, പക്ഷെ ആ ലേഡി ചിലപ്പോൾ എഴുന്നേറ്റ് കൊടുക്കൂല, പുറകിലിരിക്കുന്ന ആണായിരിക്കും ചിലപ്പോൾ എഴുന്നേറ്റ് കൊടുക്കുക. അപ്പം സ്ത്രീകൾക്ക് വേണ്ടത് സ്ത്രീയാണെങ്കിലും, പക്ഷെ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഹസ്ബൻഡിനായിരിക്കും. ഉം. മെയിൽസ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് സ്ത്രീകൾക്ക്, ഫീമെയിൽസ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക്. കാരണം ഫീമെയിൽസ് എല്ലാത്തിനും ഇതൊക്കെ ഞാനും പക്ഷെ മെയിൽസ് കൊടുക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കെയറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ വുമൻസിന് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഫേസ് എന്താ, മെറ്റേണിറ്റി ഫേസ് എന്താ എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ പാരലൽ ആയിട്ട് അതിൽ കൂടുതൽ നോളജ് നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ പാർട്ട്നേഴ്സിനാണ്. കാരണം ഒരു ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. ഓൾറെഡി ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആവും ത്രൂ ഔട്ട് ദി പ്രഗ്നൻസി. ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ളതല്ല സെക്കൻഡ് ട്രൈമസ്റ്ററിലും. തേർഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് പിന്നെ ബേബി ബ്ലൂസ് വരുന്നു, പോസ്റ്റ്മോർട്ടം വരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തൊക്കെ ഇപ്പം ഡിപ്രഷൻ ആണെന്നൊക്കെ നമുക്ക് 6 months കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുവരെ നമുക്ക് ഇമോഷൻസിന്റെ വേരിയൻസ് ആണ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. കുറെ തോട്ട് തന്നെ 6 months കണ്ടിന്യൂസ്ലി വരുമ്പോൾ അത് ഡിപ്രഷൻ ആണ് നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്കൊരു സ്ത്രീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. ഒരാൾക്ക് എന്തോരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഉറക്കമില്ല, അപ്പൊ തന്നെ ഇമോഷണൽ ഇംബാലൻസ് വരും. രണ്ടാമത്തെ കാര്യം 2 hours ഫീഡിങ് ആണ്, കുട്ടിയുടെ കരച്ചിൽ. ഇത് എന്തിനാ കരയണേന്ന് പോലും നമുക്കറിയില്ല, കുട്ടി എന്തിനാ കരയുന്നെന്ന് പോലും. അപ്പം സ്ത്രീകളൊക്കെ കൂടുതൽ മെയിൽസ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ രണ്ടാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു 1-2 മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മകളെ എന്റെ അടുത്തുനിന്ന് ഒരു 40 days മാറ്റി നിർത്തി. രണ്ടും കുഞ്ഞു മക്കളല്ലേ, അവരെന്തായാലും നമുക്ക് ഒന്നിച്ചു നിർത്താൻ പറ്റില്ല. അപ്പം മോൾക്ക് 1 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ. തികഞ്ഞ 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവനെ ഡെലിവറി ചെയ്യുന്നത്. മോളെ മാറ്റിയ സമയത്ത് എനിക്ക് മാനസികമായ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ആൾക്കാരൊക്കെ കുട്ടീനെ കാണുമ്പോൾ അയ്യോ മൂത്ത കുട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തോ കുട്ടിയുടെ രോഗം കാണിച്ച പോലെയാ. അപ്പോ ആ സമയത്ത് എനിക്ക് എന്റെ ഹസ്ബൻഡ് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്.
അവിടെ നിന്നാ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. എന്റെ ഉമ്മനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ നഴ്സ് ഉണ്ട് ഓൾറെഡി. 3 സ്ത്രീകളുള്ള വീടാണ്. ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പോലും എന്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു വാക്കായിരിക്കും ഇത് അരമണിക്കൂർ എനിക്ക് തന്ന പ്രഭാഷണത്തിനേക്കാൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക. അപ്പം മെൻ കൂടുതൽ വുമനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ കുറെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളിൽ ചേഞ്ച് വരും. പിന്നെ ഇന്നത്തെ കാലത്ത് കുറെ എക്സ്റ്റേണൽ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, മെറ്റേണിറ്റി കെയറും കാര്യങ്ങളും. എനിക്ക് അങ്ങനെ വീട്ടിലുള്ളതിനേക്കാൾ എപ്പോഴും പറ്റി പുറത്ത് പോയിട്ടുള്ള ഒരു മെറ്റേണിറ്റി കെയർ ആയിരിക്കും. ആഫ്റ്റർ ഡെലിവറി നമ്മൾ കൊടുക്കുന്ന കെയർ വീടിന് അതാവുമ്പോ തന്നെ ഈ വരുന്ന ആൾക്കാരുടെ ഗസ്റ്റ് കമന്റ്സ് കുറെ കുറയും. കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ചൂസ് ചെയ്യും. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇൻസ്റ്റേബിൾ ആണെങ്കിൽ ഹസ്ബൻഡ് കൂടുതൽ ലൈക്ക് വൈഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഹസ്ബൻഡ് ഒന്ന് ഉറക്കമൊക്കെ വളച്ചാൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. ഈ ഹോമഗെയിൻ കമ്മ്യൂണിറ്റിയുടെ മിഷൻ എന്താണ്? മെയിൻ ആയിട്ടുള്ള മിഷൻ കോൺഫിഡന്റ് ആയിട്ടുള്ള കുട്ടി, കോൺഫിഡന്റ് ആയിട്ടുള്ള മദർ. ലൈക്ക് എന്റെ കൂടുതൽ ഫോക്കസ് കുട്ടിയാണ്, പക്ഷെ അമ്മയിലൂടെ കുട്ടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം കുട്ടിയെ കൂടുതൽ കോൺഫിഡന്റ് ആക്കാന്ന് പറഞ്ഞാൽ പാരന്റ്സ് ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഓവർ കോൺഫിഡൻസ് അല്ല. പക്ഷെ വാട്ട് ഇഫ് യെസ്, എനിക്ക് ജീവിക്കണ്ടേ? അവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇപ്പം എനിക്ക് തന്നെ എന്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇങ്ങനെയും ചെയ്യാം, പക്ഷെ എന്റെ കൂടെ എന്റെ പാരന്റ്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നെ അന്ന് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പക്ഷെ ഇന്ന് പലർക്കും പാരന്റ്സ് കൂടെ ഉണ്ടായിട്ടും ഇത് കിട്ടാത്തവരില്ലേ? പാരന്റ്സിന് പേരിന് പാരന്റ്സ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ബെറ്റർ അല്ലേ ഒരൊറ്റ, ഇപ്പം നമ്മളുടെ അമ്മയാണെങ്കിൽ അമ്മ, ഒരാളുടെ സപ്പോർട്ട് മതിയാവും ചിലപ്പോ ഒക്കെ കിട്ടിയിട്ടും. ഒരാൾ മതി എന്നാണെങ്കിൽ ഒരാൾ മതി, പക്ഷെ ആ ഒരാൾ റെഡി ആവണം. റെഡി ആവണം. അതെ, അത്രേ ഉള്ളൂ. അതായത് ഫാദർ കുറവുകൾ എന്തായാലും ഉണ്ടാവും. അമ്മ ഇല്ലാത്ത കുറവ് എന്തായാലും കുട്ടിയെ ബാധിക്കും, അച്ഛനില്ലാത്ത കുറവും ബാധിക്കും. പക്ഷെ ഒരാൾക്ക് എല്ലാം നികത്താൻ പറ്റിയില്ലെങ്കിലും ഒരാൾക്ക് അവിടെ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു മദർ, കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു ചൈൽഡ്. കാരണം അമ്മ എന്താണോ അതാണ് കുട്ടി. ഷാഹിനന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? എന്റെ ഫ്യൂച്ചർ പ്ലാൻസ് മെയിൻ ആയിട്ട് ഹോമഗെയിൻ എനിക്കതൊരു ബ്രാൻഡിനപ്പുറത്തേക്ക് ഇറ്റ്സ് എ സർവീസ് പോലെ. എനിക്കതൊരു ബ്രാൻഡ് അല്ല പേഴ്സണലി. എന്നെ സംബന്ധിച്ച് എനിക്കത് സർവീസ് ആണ്. ഇതൊരു ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി. ഇത്രയും കാലം ഒരു 4 ബാച്ചസോളം നമ്മൾ നടത്തിയത് ബാച്ചുകളായിട്ടായിരുന്നു. അത് ബാച്ച് അല്ല, ലൈഫ് ടൈം കമ്മ്യൂണിറ്റി. വൺ ടൈം നിങ്ങൾ പേയ്മെന്റ്, ഒരു ചെറിയ കമ്മിറ്റ്മെന്റ് പേയ്മെന്റ് നമ്മൾ വാങ്ങിക്കും, അവരതിനെ സീരിയസ്നെസ് കൊടുക്കുന്നതാണ്. ആ പേയ്മെന്റിൽ അവർക്ക് ലൈഫ് ടൈം ക്ലാസ്, വീക്ക്ലി ക്ലാസ്സസ് ആയിരിക്കും. അവർക്ക് എപ്പോൾ നിർത്തിക്കണോ അവർക്ക് പോവാം. നമ്മളായിട്ട് ആരെയും ഒഴിവാക്കി വിടില്ല. എല്ലാ വീക്കിലും ഓരോ ക്ലാസ്സസ് എന്റെ ഉണ്ടാവും, പുറത്ത് ഗസ്റ്റുകളുടെ ഉണ്ടാവും, വേറെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരുടെ വേറെ ക്ലാസ്സസ് ഉണ്ടാവും, കോച്ചസിന്റെ ഉണ്ടാവും. ഇനി അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിനുള്ള ആൾക്കാരുണ്ടാവും, അഡ്വക്കേറ്റ്സിന്റെ ക്ലാസ്സസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും. ഇതൊരു വലിയ റെവല്യൂഷനാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പോകുന്ന ഷാഹിനാന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും ഇതൊരു വലിയ റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പറ്റുന്ന, കാരണം ഇന്ന് ഒരുപാട് ഡിവോഴ്സ് കേസസ് നമ്മൾ കാണുന്നതാണ്. മുന്നത്തേതിലും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ റേറ്റ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് ഒരു വ്യക്തി വന്നിട്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആയി പോയിട്ടുണ്ടാകാം, നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും, പക്ഷെ തിരിച്ചു പിടിക്കാനുള്ള ഒരൊറ്റ ഹോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത, നമ്മൾ കാണാത്ത ലൈഫിന്റെ മറ്റൊരു ഭാഗം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സ്പേസ് ഷാഹിന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഗ് സ്റ്റെപ്പായിട്ട് ഷാഹിന എടുത്തിട്ടുള്ളത് വേൾഡ് വൈഡിൽ അറിയപ്പെടുന്ന ഒരു സംരംഭമായിട്ട് മാറട്ടെ. ഒരുപാട് പേര് ഡിവോഴ്സിനെ ഞാൻ അതാക്കുന്നതല്ല, പക്ഷെ അതിലൂടെ പോകുന്നവർക്കുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. We don't just raise children here. We raise mothers, we raise homes, we raise